100 ന്യൂസിലേക്ക് വീണ്ടും. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ ജന്മദിനം വിപുലമായി ആഘോഷിക്കാൻ രാജ്യം. ഡൽഹിയിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തും. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മുഖ്യമന്ത്രി രാവിലെ 11-ന് കൊട്ടാരക്കര LIC അങ്കണത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായുള്ള പുലമൺതോട് പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തും. ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിൽ നിന്ന് പുറത്തുവന്ന നടൻ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. അന്വേഷണ സംഘത്തിന്റെ നോട്ടീസിനായി കാത്തിരിക്കാതെ ഇന്നു തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിയമോപദേശം. പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന തെളിവുകൾ ലഭിച്ചാൽ ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും. കോഴിക്കോട് കോട്ടക്കടവിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച് രോഗി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. TMH ആശുപത്രിക്കെതിരെ നടപടി ഉണ്ടായേക്കും. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിന്റെ കുടുംബം. നെഞ്ചുവേദനയുമായി വന്ന വിനോദ് കുമാർ മരിച്ചത് കഴിഞ്ഞ മാസം 23-ന്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിയായ ഭൂമി കുംഭകോണ കേസിന് ആധാരമായ ഭൂമി തിരിച്ചെടുക്കാൻ മൈസൂരു നഗരവികസന അതോറിറ്റി. മുഖ്യമന്ത്രിയുടെ ഭാര്യ BN പാർവതി ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഡ കമ്മീഷണർക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് നടപടി. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അഭിഭാഷകരുമായി ആലോചന നടത്തിയതിനു ശേഷമാണ് തീരുമാനം. അടിയന്തര സേവനങ്ങൾ അടക്കമുള്ളവ ബഹിഷ്കരിച്ച് സമരം വീണ്ടും ശക്തമാക്കി പശ്ചിമബംഗാളിലെ ജൂനിയർ ഡോക്ടേഴ്സ്. കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് അതിവേഗം നീതി ഉറപ്പാക്കണം. സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയെ പുറത്താക്കണം. സംസ്ഥാനത്തെ ആശുപത്രികളിൽ കേന്ദ്രീകൃത റഫറൽ സംവിധാനം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനമൊഴിഞ്ഞ് ബാബർ അസം. ജോലിഭാരം കൂടുതലെന്നും വ്യക്തിപരമായി കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രാജിയെന്നും വിശദീകരണം. അർദ്ധരാത്രിയിൽ സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് അസമിന്റെ രാജിപ്രഖ്യാപനം. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കുവാൻ കൈ എന്ന പേരിൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ച ചോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ. ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ നടന്ന എക്സിബിഷൻ ചോയ്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റേച്ചൽ ഇഗ്നേഷ്യസ്, കോ കരിക്കുളം ഹെഡ് മംഗള മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആർട്ട് വിഭാഗത്തിലെ അധ്യാപകരും സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. പ്രദർശനം ഇന്ന് സമാപിക്കും. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ കന്നി 20 പെരുന്നാളിന് കൊടിയേറി. പരിശുദ്ധ യെൽദോമാർ ബസേലിയോസ് ബാബയുടെ 339-ാം ഓർമ്മപ്പെടുത്തൽ ആണ് ഈ വർഷം ആഘോഷിക്കുക. മോർ യൂല്ലോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറിടത്തിൽ പ്രാർത്ഥനകൾ നടന്നു. പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നവസാങ്കേതിക മേഖല ഒരുക്കുന്ന തൊഴിലവസരങ്ങൾ നേടാൻ യുവതലമുറയെ പ്രാപ്തമാക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ICT അക്കാദമി ഓഫ് കേരളയുടെ അന്താരാഷ്ട്ര കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 28-ാം ഓണനാളിൽ കൊല്ലം കല്ലടയാറ്റിൽ നടക്കുന്ന കല്ലട ജലോത്സവ മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ മൺറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജലോത്സവ കമ്മിറ്റിയുടെ ഓഫീസിൽ ആരംഭിച്ചു. ഈ മാസം 12 വരെ രജിസ്ട്രേഷൻ നടക്കും. കളിവള്ളങ്ങളായ വെപ്പ് AB, ഇരുട്ടുകുത്തി AB, അലങ്കാര വള്ളങ്ങൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സർക്കാർ നിർദ്ദേശം പാലിക്കാതെ ബാങ്കുകൾ നടത്തുന്ന ജപ്തി നടപടികൾക്കെതിരെ കശുവണ്ടി തൊഴിലാളികളും വ്യവസായികളും സമരത്തിലേക്ക്. നാളെ കൊല്ലത്തെ വിവിധ ബാങ്കുകളുടെ മുന്നിൽ സമരം നടത്തുമെന്ന് കാഷ്യൂ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. കശുവണ്ടി വ്യവസായം തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ബാങ്കുകൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്നും കാഷ്യൂ പ്രൊട്ടക്ഷൻ കൗൺസിൽ. കോഴിക്കോട് റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റിലയൻസ് റീറ്റെയിൽ വാല്യൂ ഫോർമാറ്റിലെ അംഗങ്ങൾ കോഴിക്കോട് ബീച്ച് റോഡ്, ചിൽഡ്രൻസ് പാർക്ക് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. സീനിയർ മാനേജർ അഖിലേഷ് കുമാർ, സ്റ്റോർ മാനേജർ മഹൽ ശ്രീകേഷ് എന്നിവർ നേതൃത്വം നൽകി. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്തുന്നതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച മനാഫിന് കോഴിക്കോട് ജില്ലാ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷൻ സ്വീകരണം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ K രാധാകൃഷ്ണൻ, മൂസ പന്തീരാങ്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം കണിയാപുരം MGM സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കണിയാപുരം KSRTC ഡിപ്പോയ്ക്ക് സമീപം ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും ശുചിത്വ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മംഗലാപുരം CI ഹേമന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ രാജി പങ്കെടുത്തു.
കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് INTUC പട്ടം വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണയും വൈദ്യുതി ഭവൻ വളയലും സംഘടിപ്പിച്ചു. സുസ്ഥിരതയില്ലാത്ത മാനേജ്മെന്റിന്റെ രാഷ്ട്രീയ പ്രീണന നയങ്ങൾ KSEBയുടെ നടുവൊടിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. KPCC സീനിയർ വൈസ് പ്രസിഡന്റ് N ശക്തൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്തെ വഴിവിളക്കുകൾ തെളിയാത്തതിൽ ചൂട്ടുകത്തിച്ച പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കോതമംഗലം ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധം KPCC അംഗം AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയേൽ അധ്യക്ഷനായി. തൃശൂർ കൊമ്പടിഞ്ഞാമക്കൽ ശുഭം ഗ്രാൻഡയിൽ നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ഫൗണ്ടേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ യജ്ഞവുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത്. ക്ലീൻ ഗ്രീൻ മുരിയാടിന് പുല്ലൂർ പതുമ്പുചിറയിൽ തുടക്കമായി. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 17 വരെ നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി. അരനൂറ്റാണ്ടിനിപ്പുറം തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിച്ചവർ ഒത്തുകൂടി. സപ്തരസ സംഗമം എന്ന് പേരിട്ട പരിപാടി തൃശൂർ മുൻസിഫ് ആൻമേരി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സയന്റിസ്റ്റ് രാമചന്ദ്രൻ കിഴക്കൂട്ടിൽ അധ്യക്ഷനായി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള വയോസേവന പുരസ്കാരം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്. മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വർഷം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്ന 3ാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് ഇത്. വയനാട് പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് 3 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇന്ന് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട എക്സൈസ് വിമുക്തി മിഷൻ സംവാദ സദസ്സ് ഇന്ന്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയാണ് സംവാദ സദസ്സ് സംഘടിപ്പിക്കുന്നത്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ വനിതാ ശാക്തീകരണ സമ്മേളനം ഇന്ന്. താനൂർ SMUP സ്കൂളിൽ നടക്കുന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്യും. കേരള NGO യൂണിയൻ സംസ്ഥാന ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന 10ാമത് സംസ്ഥാന ചെസ് ക്യാരംസ് മത്സരം ഇന്ന് തൃശൂർ ജവഹർ ബാലഭവനിൽ നടക്കും. മുൻ അന്താരാഷ്ട്ര ചെസ് താരം NR അനിൽകുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. കേരള ഗോൾഡ് ആൻഡ് സിൽവർ ഡീലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂരം ടു എക്സിബിഷൻ തുടങ്ങി. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KGSDA ജില്ലാ പ്രസിഡന്റ് ഷാജു ചിറയത്ത് അധ്യക്ഷനായി. കണ്ണാടി സർക്കാർ ജനകീയ കൂട്ടായ്മ കണ്ണന്നൂരിൽ സംഘടിപ്പിക്കുന്ന വിനയൻ സ്മാരക 11ാമത് നാടകോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് 6:30 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം ആദ്യ ദിനം അവതരിപ്പിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് മികച്ച സേവനം കാഴ്ചവെച്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആദരം. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചരക്ക് വാഹന ഉടമ തൊഴിലാളി യൂണിയനുകൾ ഈ മാസം 4-ന് പണിമുടക്കും. അനാവശ്യ പരിശോധനയും ഖനന മേഖലയിലെ അമിത പെർമിറ്റും കുറയ്ക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വയോജന ദിന സന്ദേശവും മേഖലയിലെ വാർഷിക പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. തിരുവനന്തപുരം പാലോട് നന്ദിയോട് വയോജനങ്ങൾക്കായുള്ള തുരുത്ത് എന്ന കൂട്ടായ്മ വയോജന ദിനത്തോടനുബന്ധിച്ച് പൊന്മുടിയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. 32 വയോജനങ്ങളെയും 12 കുട്ടികളെയും ഉൾപ്പെടുത്തിയായിരുന്നു വിനോദയാത്ര. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഒക്ടോബർ 10 രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. തകഴി റെയിൽവേ ഗേറ്റ് ഇന്ന് അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിടുന്നത്. ശ്രീചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ MTechൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപ്പര്യമുള്ളവർ രാവിലെ 11-ന് കോളേജിൽ ഹാജരാകണം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശനിയാഴ്ച രാവിലെ 11-ന് ശാസ്തമംഗലത്തുള്ള കമ്മീഷൻ ഓഫീസ് കോർട്ട് ഹാളിലാണ് സിറ്റിംഗ് നടക്കുക. വടക്കാഞ്ചേരി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നാളെ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിക്കും.
രാവിലെ 9 മുതൽ ഒട്ടുപാറ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃതം ജൂനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. ഹൈദരാബാദ് നഗരത്തിൽ മതപരമായ ഘോഷയാത്രകളിൽ പടക്കങ്ങളും ഡിജെകളും ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ പോലീസ് കമ്മീഷണറുടെ ഉത്തരവ്. ശബ്ദമലിനീകരണം ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മീഷണർ CV ആനന്ദ്. സർജൻ വൈസ് അഡ്മിറൽ RT സെറിനെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി നിയമിച്ചു. ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് RT സെറിൻ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഉടൻ പ്രവർത്തനക്ഷമമാകും. ഹരിദ്വാറിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ തുടർച്ചയായി പരിശ്രമിച്ചു വരികയാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജിന് 100 MBBS സീറ്റുകൾ അനുവദിച്ചു. മഹാരാഷ്ട്ര സർക്കാരിന്റെ ലഡ്കി ബഹിൻ പദ്ധതിക്കെതിരെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായത്തിനായി ആരംഭിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ മറ്റു മേഖലകളിൽ കൃത്യസമയത്ത് സബ്സിഡികൾ നൽകുന്നതിന് തടസ്സമാകുമെന്ന് നിതിൻ ഗഡ്കരി. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മുംബൈ മെട്രോ സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഈ മാസം 7-നും 11-നും ഇടയിൽ 12 അധിക സർവീസുകൾ നടത്തും. ചൈനീസ് കമ്പനികളുടെ CCTVകൾക്ക് ഇന്ത്യയിൽ വിലക്ക് വീഴുമെന്ന് റിപ്പോർട്ടുകൾ. ലെബനനിൽ നടന്ന പേജർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കത്തിനൊരുങ്ങുന്നതെന്ന് സൂചന. പട്ന ഹൈക്കോടതിയിലെ ജഡ്ജിമാരായി 2 ജുഡീഷ്യൽ ഓഫീസർമാരെ കേന്ദ്രം നിയമിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാരായ ശശിഭൂഷൺ പ്രസാദ് സിംഗ്, അശോക് കുമാർ പാണ്ഡെ എന്നിവരെയാണ് പട്ന ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചത്. മുംബൈയിലെ വാദി ബന്ദർ കോച്ചിംഗ് ഡിപ്പോയിൽ സമഗ്രമായ പരിശോധന നടത്തി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. യാത്രക്കാരുടെ സുരക്ഷയിലും ശുചിത്വത്തിലും മുൻഗണന നൽകും. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൽ മുഴുകുകയാണെന്നും ഹരിയാനയിലെ ജനങ്ങളെ കോൺഗ്രസ് കൊള്ളയടിച്ചെന്നും പുഷ്കർ സിംഗ് ധാമി. ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് ഗുജറാത്തിലെ പോർബന്ദറിൽ തീരദേശ ബീച്ച് ശുചീകരണ യജ്ഞത്തിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേതൃത്വം നൽകും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ ജില്ലകളിലെ MPമാർക്ക് കേന്ദ്രമന്ത്രിയുടെ കത്ത്. രാജ്യാന്തര വാർത്തകൾ. ഷിഗേരു ഇഷിബ ജപ്പാൻ പ്രധാനമന്ത്രി. 20-അംഗ മന്ത്രിസഭയെയും പ്രഖ്യാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം 27-ന്. ഗസയിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണം. 21 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് കമാൻഡ് സെന്ററുകൾ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം. തായ്ലൻഡിലെ സബർബൻ ബാങ്കോക്കിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. 25 വിദ്യാർത്ഥികൾ മരിച്ചു. അപകട സമയം ബസ്സിലുണ്ടായിരുന്നത് 44 വിദ്യാർത്ഥികൾ. ജപ്പാനിൽ തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ്. ഓഗസ്റ്റിൽ 2.5% കുറഞ്ഞു. കണക്ക് പുറത്തുവിട്ട ജപ്പാൻ തൊഴിൽ ക്ഷേമ മന്ത്രാലയം. ഗോത്രവർഗ സംഘടനത്തെ തുടർന്ന് പാക് അഫ്ഗാനിസ്ഥാൻ ഗർലാച്ചി അതിർത്തി വീണ്ടും തുറന്നു. ഗോത്രങ്ങൾ തമ്മിൽ ഭൂമി തർക്കത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 50 പേർ കൊല്ലപ്പെടുകയും 226 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റഷ്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനൊരുങ്ങി ഇറാൻ. തെഹ്റാനിൽ സന്ദർശനം നടത്തുന്ന റഷ്യൻ പ്രധാനമന്ത്രി മിഖായിൽ മുഷിസ്റ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റുവാണ്ടയിൽ മാർബർഗ് വൈറസ് വ്യാപനം. രാജ്യത്തുടനീളം 300-ലധികം പോസിറ്റീവ് കേസുകളും 8 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ 7 ജില്ലകളിൽ വൈറസ് സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ മന്ത്രാലയം. പാകിസ്ഥാൻ എയർലൈൻസ് വിമാനത്തിന് തകരാർ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫിനിടെ എഞ്ചിന് തകരാർ സംഭവിച്ച് ടയറുകൾ പൊട്ടി. യാത്രക്കാരെ സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തെത്തിച്ചു. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം. 6.2 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. സൗദിയിൽ സക്കാത്ത് അതോറിറ്റിയുമായി ലിങ്ക് ചെയ്ത ഇൻവോയ്സുകൾ 3 മില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമാക്കി. 2025 ഏപ്രിൽ മുതൽ 3 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കും. ഇതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. രാജ്യത്ത് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടി തുടർന്ന് അബുദാബി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. പരിശോധനയെ തുടർന്ന് ഈ വർഷം ഇതുവരെ അടച്ചുപൂട്ടിയത് 21 റെസ്റ്റോറന്റുകൾ. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. ഓസ്ട്രേലിയയിലെ 2ാമത്തെ വലിയ വിമാന കമ്പനിയായ വിർജിൻ ഓസ്ട്രേലിയയുടെ ഓഹരികൾ വാങ്ങാനൊരുങ്ങി ഖത്തർ എയർവേസ്. 25% ഇക്വിറ്റി ഓഹരി വാങ്ങുമെന്ന് സൂചന. കരാറിന്റെ ഭാഗമായി അടുത്ത വർഷം പകുതി മുതൽ ഓസ്ട്രേലിയൻ കാരിയർ ദോഹയിലേക്കുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും. ഇന്ത്യൻ ഓഹരി വിപണികളായ BSEയും NSEയും ഇന്ന് പ്രവർത്തിക്കില്ല. ഗാന്ധി ജയന്തി പ്രമാണിച്ചാണ് അവധി. ഇക്വിറ്റി കറൻസി വ്യാപാരങ്ങൾക്കും അവധി ബാധകം.
EV-കൾക്ക് PM ഇ-ഡ്രൈവ് സബ്സിഡിയുമായി കേന്ദ്ര സർക്കാർ. EMPS 2024 സ്കീം PM ഇ-ഡ്രൈവ് പദ്ധതിക്ക് കീഴിലാണ് അനുവദിക്കുക. ഇതിനായി 10,900 കോടി രൂപ ചെലവഴിക്കും. രാജ്യത്ത് കഴിഞ്ഞ മാസം കിയ ഇന്ത്യയുടെ വാഹന വിൽപ്പനയിൽ വർധന. മൊത്ത വ്യാപാരം 17% വർദ്ധിച്ച് 25,523 യൂണിറ്റിൽ എത്തി. TVS മോട്ടോർ വിൽപ്പനയിൽ 20% വർധന. കമ്പനി സെപ്റ്റംബറിൽ 4,82,495 യൂണിറ്റുകൾ വിറ്റഴിച്ചു. കമ്പനിയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിലും വർധന. ഗൂഗിൾ ക്രോമിൽ സൈബർ ആക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രം. കേന്ദ്രത്തിന് കീഴിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ 2.17 കോടി മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിക്കാനൊരുങ്ങി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. വ്യാജരേഖകൾ ഉണ്ടാക്കുകയോ സൈബർ കുറ്റകൃത്യങ്ങളിൽ ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത കണക്ഷനുകളാണ് വിച്ഛേദിക്കുക. 2.26 ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ബ്ലോക്ക് ചെയ്യുമെന്നും റിപ്പോർട്ട്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കായിക വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും ലിവർപൂളും ഇന്നിറങ്ങും. അത്ലറ്റിക്കോ മാഡ്രിഡ് യുവന്റസ് ടീമുകൾക്കും ഇന്ന് മത്സരം. ISL നിന്ന് മുംബൈ സിറ്റി FC ബംഗളൂരു FC പോരാട്ടം. രാത്രി 7:30 മുംബൈയുടെ മൈതാനത്താണ് മത്സരം. 3 മത്സരങ്ങളും ജയിച്ച് 9 പോയിന്റോടെ ലീഗിൽ 1-ാം സ്ഥാനത്താണ് ബംഗളൂരു. ആദ്യ ജയമാണ് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയുടെ ലക്ഷ്യം. 2 മത്സരങ്ങളിൽ 1 വീതം സമനിലയും തോൽവിയുമോടെ 1 പോയിന്റ് മാത്രമാണ് മുംബൈക്കുള്ളത്. ISL-ൽ ഹൈദരാബാദ് FC ചെന്നൈയിൻ FC പോരാട്ടം സമനിലയിൽ. ഇരു ടീമിനും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. ഈ സീസണിലെ ആദ്യ ഗോൾ രഹിത സമനിലയാണ് ഇത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം FC പോരാട്ടം. രാത്രി 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം 4-ാമതും മലപ്പുറം 5-ാമതുമാണ്. ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്ക് അഭിമാന നേട്ടം. പുരുഷ റാങ്കിങ്ങിൽ 2 ഇന്ത്യൻ താരങ്ങൾ ആദ്യ 5-ൽ. അർജുൻ എരിഗാസി 3-ാം റാങ്കിലും ഡി ഗുകേഷ് 5-ാം റാങ്കിലും എത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആശ്വാസം. നായകൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ 3 മത്സരങ്ങൾ വിലക്ക് റദ്ദാക്കി. ടോട്ടനത്തിനെതിരായ മത്സരത്തിലെ ഫൗളിന്റെ പേരിലായിരുന്നു വിലക്ക്. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ 28 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യയുടെ 144 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മലയാളി താരം ആശാ ശോഭന 2 വിക്കറ്റ് വീഴ്ത്തി. താളമേളങ്ങളുടെ വിസ്മയപ്രകടനം സമ്മാനിച്ച് നളന്ദ കലാക്ഷേത്രയിലെ കലാകാരന്മാരുടെ അരങ്ങേറ്റം. കലാനിലയം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 20ഓളം കലാകാരന്മാരുടെ അകമ്പടിയോടെ നളന്ദ കലാക്ഷേത്രയിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ S. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത തായമ്പക കലാകാരി മാർഗി രഹിത കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. സൊസൈറ്റി സെക്രട്ടറി വിനോദ് PS സ്വാഗതം ആശംസിച്ചു. ഫോക്കസ് ഓൺ എബിലിറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളികൾ ഒരുക്കിയ ഇസൈക്ക്. അമൽ കൃഷ്ണയും നവ്യ പ്രജിത്തും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവപ്രഭയാണ്. വരുൺ തേജ് നായകനായെത്തുന്ന ചിത്രം മഡ്കയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കരുണാകുമാറാണ് സംവിധാനം. അടുത്ത മാസം 14 ചിത്രം തിയേറ്ററുകളിലെത്തും. ദ ഗോഡ് നാളെ OTT-യിലെത്തും. മലയാളമടക്കമുള്ള ഭാഷകളിൽ ചിത്രം OTT-യിൽ പ്രദർശനത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിൽ സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിച്ച വിദേശ വനിതയെ ആക്രമിച്ചെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ നടിയും മോഡലുമായ മിഷ്ടി സുഭാഷ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിറന്നാൾ ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. പ്രളയക്കെടുതിയിൽ വലഞ്ഞ നേപ്പാൾ. മരണം 217ആയി. കിഴക്കൻ മധ്യ നേപ്പാളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. രക്ഷാദൗത്യം തുടരുന്നു. മുംബൈയിൽ ട്രക്ക് ബൈക്കിലിടിച്ച അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. അസമിലെ കസരിംഗ നാഷണൽ പാർക്ക് സന്ദർശകർക്കായി വീണ്ടും തുറന്നു. അസം വനമന്ത്രി ചന്ദ്രമോഹൻ പട്ടോവാരിയാണ് പാർക്ക് തുറന്നുകൊടുത്തത്. 3 റേഞ്ചുകളിലായി ജീപ്പ് സവാരി നടത്താനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ അനധികൃതമായി കടലാമകളെ കടത്താൻ ശ്രമിച്ചവർ പിടിയിൽ. അനധികൃതമായി കടത്താൻ ശ്രമിച്ചത് 4900 കടലാമകളെ. പ്രതികളെ പിടികൂടി കസ്റ്റംസ്. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിൽ പുള്ളിപ്പുലി ആക്രമണം. കർഷകന് ദാരുണാന്ത്യം. പുള്ളിപ്പുലിയെ പിടികൂടാനാകാതെ അധികൃതർ. റായ്പൂരിൽ അന്തർസംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലയെ തകർത്തു. 7 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തു.
100 ന്യൂസ് പൂർത്തിയാവുകയാണ്.